ഇന്നൊരല്പം മധുരമായാലോ? വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ പൂവൻ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 12, 13 പഴം ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. വെള്ളമൊന്നും ചേർക്കത്തില്ല. അരച്ചെടുത്തിട്ട് നമ്മൾ പാനിലേക്ക് ലേശം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ അരച്ചെടുത്ത് പൾപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. എന്നിട്ട് ഇതിനൊരു വെള്ള നിറം ഉണ്ടാവുമേ. അപ്പോൾ അത് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത്, അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പം ആ കളറൊന്ന് മാറി വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത്രയും ശർക്കര ഞാൻ ചേർത്തിട്ടില്ല. അതിൽ ആവശ്യത്തിനുള്ള ചിരണ്ടിയെടുത്ത് ഉരുക്കി അരിച്ച് ചേർക്കും. അപ്പോൾ ആ കളറൊന്ന് മാറി വരുമ്പോൾ അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ എന്ത് ചേർത്തെന്ന് വെച്ചാൽ ഏലക്ക ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതിന് തൊലി ഇടത്തില്ല, കുരു ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ ഇടവിട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കും. ആകെ 50 ml നെയ്യ് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു പകുതി എനിക്ക് ചിലവായിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഈ ശർക്കരയുടെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 2-3 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇത് നമ്മുടെ പാനിൽ നിന്ന് വിട്ടിങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്നൊരു പരുവമുണ്ട്. അപ്പോൾ ആ പരുവം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളറ് മാറി നല്ലൊരു ബ്രൗൺ കളറിൽ വരും. ആ ഒരു സമയത്ത് ഒരു പാത്രത്തിൽ എണ്ണയൊക്കെ തടവി അല്ലെങ്കിൽ നെയ്യ് തടവിയിട്ട് ഇതിലേക്ക് വെച്ച് സെറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇത് സെറ്റാവും. പിന്നെ അത് കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.